ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 ഓൺലൈൻ പഠന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിന്നുള്ള 50 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 41. ചോദ്യം 2. യേശു കടന്നു പോകുമ്പോൾ ആരെ കണ്ടു എന്നാണ് യോഹന്നാൻ 9:1 പറയുന്നത്? ഉത്തരം ജന്മന അന്ധനായ ഒരുവനെ. ചോദ്യം 3. ജന്മന അന്ധനായി ഒരുവൻ ജനിക്കുന്നത് ആരുടെ പാപം മൂലം ആയിരിക്കാം എന്ന സംശയമാണ് ശിഷ്യന്മാർ യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഉത്തരം അന്ധൻ്റെയോ അന്ധൻ്റെ മാതാപിതാക്കന്മാരുടെയോ. ചോദ്യം 4. ജന്മന അന്ധനായ വ്യക്തിയെ കാണുമ്പോൾ തങ്ങളുടെ സംശയം ചോദിക്കാനായി ശിഷ്യന്മാർ യേശുവിനെ അഭിസംബോധന ചെയ്ത വാക്ക് ഏത്? ഉത്തരം റബ്ബി. ചോദ്യം 5. ഒരു വ്യക്തി അന്ധനായി ജനിക്കാനുള്ള മൂല കാരണം എന്തെന്നാണ് ശിഷ്യന്മാർ വിശ്വസിച്ചിരുന്നത്? ഉത്തരം പാപം. ചോദ്യം 6. ഒരു വ്യക്തി അന്ധനായി ജനിക്കുന്നത് അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത എന്തുകൊണ്ടാണെന്നാണ് യേശു ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആ വ്യക്തിയിൽ പ്രകടമാകേണ്ടതിന്. ചോദ്യം 7. ഒരു വ്യക്തി അന്ധനായി ജനിക്കുന്നത് ആരുടെ പാപം നിമിത്തമല്ല എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? ഉത്തരം ആ വ്യക്തിയുടെയോ മാതാപിതാക്കന്മാരുടെയോ. ചോദ്യം 8. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ ഡാഷ് നാം ചെയ്യേണ്ടിയിരിക്കുന്നു, ആർക്കും ഡാഷ് കഴിയാത്ത രാത്രി വരുന്നു, പൂരിപ്പിക്കുക. ഉത്തരം പകലായിരിക്കുവോളം ജോലി ചെയ്യാൻ. ചോദ്യം 9. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു എന്നതുകൊണ്ട് യേശു എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം തൻ്റെ കുരിശുമരണം. ചോദ്യം 10. ലോകത്തിലായിരിക്കുമ്പോൾ താൻ എന്താണെന്നാണ് യോഹന്നാൻ 9:5 യേശു പ്രഖ്യാപിക്കുന്നത്? ഉത്തരം ലോകത്തിൻ്റെ പ്രകാശമാണ്. ചോദ്യം 11. തുപ്പൽ ഉപയോഗിച്ച് യേശു സൗഖ്യം കൊടുക്കുന്ന സംഭവം സുവിശേഷത്തിൽ മറ്റെവിടെയാണുള്ളത്? ഉത്തരം മർക്കോസ് 7:33. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു, തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു. മർക്കോസ് 8:23. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ചോദ്യം 12. തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി ജന്മന അന്ധനായ വ്യക്തിയുടെ കണ്ണുകളിൽ പൂശിയിട്ട് എന്താണ് യേശു ആ വ്യക്തിയോട് പറഞ്ഞത്? ഉത്തരം സീലോഹ കുളത്തിൽ കഴുകുക. ചോദ്യം 13. സീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം അയക്കപ്പെട്ടവൻ. ചോദ്യം 14. സീലോഹ എന്ന വാക്ക് സുവിശേഷത്തിൽ മറ്റെവിടെയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ലൂക്ക 13:4. അഥവാ സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയുംക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ചോദ്യം 15. യേശു സുഖപ്പെടുത്തിയ ജന്മന അന്ധനായ വ്യക്തിയെക്കുറിച്ച് ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ എന്ന് പറഞ്ഞവർ ആരൊക്കെയാണ്? ഉത്തരം അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും. ചോദ്യം 16. ചിലർ പറഞ്ഞു ഇവൻ തന്നെ, മറ്റു ചിലർ പറഞ്ഞു അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ. ഈ ചോദ്യങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ച അന്ധയാചകൻ്റെ മറുപടി എന്തായിരുന്നു?
ഉത്തരം ഞാൻ തന്നെ. ചോദ്യം 17. തൻ്റെ കണ്ണുകൾ തുറന്നത് ആരെന്നാണ് സൗഖ്യം പ്രാപിച്ച ജന്മന അന്ധനായ വ്യക്തി സാക്ഷ്യപ്പെടുത്തുന്നത്? ഉത്തരം യേശു എന്നു പേരുള്ള ഒരു മനുഷ്യൻ. ചോദ്യം 18. അവൻ എവിടെ എന്ന ചോദ്യത്തിന് സൗഖ്യം പ്രാപിച്ച ജന്മന അന്ധനായ വ്യക്തിയുടെ മറുപടി എന്തായിരുന്നു? ഉത്തരം എനിക്കറിഞ്ഞുകൂടാ. ചോദ്യം 19. സൗഖ്യം പ്രാപിച്ച ജന്മന അന്ധനായ വ്യക്തിയെ ആരുടെ അടുത്തേക്കാണ് യഹൂദർ കൊണ്ടുപോയത്? ഉത്തരം ഫരിസേയരുടെ. ചോദ്യം 20. ജന്മന അന്ധനായ വ്യക്തിക്ക് യേശു സൗഖ്യം നൽകിയ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം അന്ന് സാബത്തായിരുന്നു. ചോദ്യം 21. യോഹന്നാൻ 9:15 ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന ചോദ്യത്തിന് അവൻ്റെ മറുപടിയിൽ പെടാത്തതേത്? എ. അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി. ബി. സീലോഹായിൽ പോയി കഴുകുക. സി. ഞാൻ കഴുകി. ഡി. ഞാൻ കാണുകയും ചെയ്യുന്നു. ഉത്തരം ബി. സീലോഹായിൽ പോയി കഴുകുക. ചോദ്യം 22. യേശു ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ ഫരിസേയർ കണ്ടെത്തിയ കാരണം എന്താണ്? ഉത്തരം അവൻ സാബത്ത് ആചരിക്കുന്നില്ല. ചോദ്യം 23. യോഹന്നാൻ 9:16 യേശു ചെയ്ത ഏത് പ്രവൃത്തിയാണ് സാബത്ത് ലംഘനമായി ഫരിസേയർ കണക്കാക്കിയത്? ഉത്തരം സാബത്ത് ദിവസം ചെളിയുണ്ടാക്കി. ചോദ്യം 24. യോഹന്നാൻ 9:16 സമാനമായി സാബത്ത് ലംഘിച്ച മറ്റൊരു സംഭവം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എവിടെയാണുള്ളത്? ഉത്തരം യോഹന്നാൻ 5:9-10. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്ത് ആയിരുന്നു. ചോദ്യം 25. യോഹന്നാൻ 9:16 പറയുന്ന അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി എന്നതിന് സമാനമായ സംഭവം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റെവിടെയാണുള്ളത്? ഉത്തരം യോഹന്നാൻ 7:43. അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. യോഹന്നാൻ 10:19. ഈ വാക്കുകൾ മൂലം യഹൂദരുടെ ഇടയിൽ വീണ്ടും ഭിന്നതയുണ്ടായി. ചോദ്യം 26. യോഹന്നാൻ 9:17 യേശു ആരെന്നാണ് ഫരിസേയരുടെ ചോദ്യത്തിന് മറുപടിയായി അന്ധൻ പ്രഖ്യാപിക്കുന്നത്? ഉത്തരം അവൻ ഒരു പ്രവാചകനാണ്. ചോദ്യം 27. ആരുടെ സാക്ഷ്യം ലഭിച്ചതിന് ശേഷമാണ് അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും യഹൂദർ വിശ്വസിച്ചത്? ഉത്തരം അവൻ്റെ മാതാപിതാക്കന്മാരുടെ. ചോദ്യം 28. ആര് ആരോട് ചോദിച്ചു, അന്ധനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവനാണോ? ആണെങ്കിൽ എങ്ങനെയാണ് അവനിപ്പോൾ കാണുന്നത്? ഉത്തരം ഫരിസേയർ അന്ധൻ്റെ മാതാപിതാക്കന്മാരോട്. ചോദ്യം 29. അന്ധനായിരുന്ന മകനെക്കുറിച്ച് തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് മാതാപിതാക്കന്മാർ ഫരിസേയരോട് പറഞ്ഞത്? ഉത്തരം ഞങ്ങളുടെ മകനാണെന്നും അന്ധനായി ജനിച്ചു എന്നും. ചോദ്യം 30. അന്ധനായിരുന്ന മകനെക്കുറിച്ച് തങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് മാതാപിതാക്കന്മാർ ഫരിസേയരോട് പറഞ്ഞത്? ഉത്തരം എങ്ങനെ കാണുന്നു എന്നും കണ്ണുകൾ ആര് തുറന്നു എന്നും. ചോദ്യം 31. അന്ധനായ മകൻ ഇപ്പോൾ എങ്ങനെ കാണുന്നു എന്ന ഫരിസേയരുടെ ചോദ്യത്തിന് മാതാപിതാക്കൾ അവനോട് തന്നെ ചോദിക്കൂ എന്ന മറുപടിക്ക് ന്യായീകരണമായി പറയുന്നത് എന്താണ്? ഉത്തരം അവന് പ്രായം ആയല്ലോ. ചോദ്യം 32. അന്ധൻ എങ്ങനെ കാണുന്നു എന്ന ഫരിസേയരുടെ ചോദ്യത്തിന് മാതാപിതാക്കൾ അവനോട് തന്നെ ചോദിക്കൂ എന്ന മറുപടി പറയുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ത്? ഉത്തരം യഹൂദരെ ഭയന്നിട്ട്. ചോദ്യം 33. യേശുവിനെ
ക്രിസ്തുവെന്ന് ഏറ്റുപറയുന്നവരെ എന്തു ചെയ്യാനാണ് യഹൂദർ തീരുമാനിച്ചിരുന്നത്? ഉത്തരം: സിനഗോഗിൽ നിന്ന് പുറത്താക്കാൻ. ചോദ്യം 34. സൗഖ്യം പ്രാപിച്ച അന്ധനെ വീണ്ടും വിളിച്ച് അവനെ സൗഖ്യമാക്കിയ യേശു എപ്രകാരമുള്ള വ്യക്തിയാണെന്നാണ് യഹൂദർ പറഞ്ഞത്? ഉത്തരം: ആ മനുഷ്യൻ പാപിയാണെന്ന്. ചോദ്യം 35. അവൻ പാപിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ഒരു കാര്യം എനിക്കറിയാം. തുടർന്നു വരുന്ന വാക്യം എന്ത്? ഉത്തരം: ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. ചോദ്യം 36 പൂരിപ്പിക്കുക. അവനെ ഡാഷ് അവർ പറഞ്ഞു. നീയാണ് അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ ഡാഷ് ശിഷ്യന്മാരാണ്. ഉത്തരം: ശകാരിച്ചുകൊണ്ട് മോശയുടെ. ചോദ്യം 37. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഇവിടെ ഈ മനുഷ്യൻ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: യേശുവിനെ. ചോദ്യം 38. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അന്ധൻ പറഞ്ഞ ഏത് വാക്യങ്ങളാണ് യഹൂദരെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? ഉത്തരം: യോഹന്നാൻ 9:30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 39. പുറത്താക്കപ്പെട്ട അന്ധനെ കണ്ടപ്പോൾ യേശു അവനോട് നീ ആരിൽ വിശ്വസിക്കുന്നുവോ എന്നാണ് ചോദിച്ചത്? ഉത്തരം: മനുഷ്യപുത്രനിൽ. ചോദ്യം 40. യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. യോഹന്നാൻ 9:37. ഇതിന് സമാനമായ വാക്യം ഏത്? ഉത്തരം: യോഹന്നാൻ 4:26. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ചോദ്യം 41. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൗഖ്യം പ്രാപിച്ച അന്ധൻ എന്താണ് ചെയ്തത്? ഉത്തരം: യേശുവിനെ പ്രണമിച്ചു. ചോദ്യം 42 പൂരിപ്പിക്കുക. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവൻ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ഡാഷ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഉത്തരം: ന്യായവിധിക്കായിട്ടാണ്. ചോദ്യം 43 കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. യോഹന്നാൻ 9:39. സമാന വാക്യം മത്തായിയുടെ സുവിശേഷത്തിൽ ഏത്? ഉത്തരം: മത്തായി 15:14. അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ചോദ്യം 44 കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് കേട്ട ഫരിസേയർ യേശുവിനോട് ചോദിച്ചതെന്ത്? ഉത്തരം: അപ്പോൾ ഞങ്ങളും അന്ധരാണോ? ചോദ്യം 45 അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല, എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. ചോദ്യം 46 യോഹന്നാൻ 9-ാം അധ്യായത്തിന് എത്ര ശീർഷകങ്ങൾ ഉണ്ട്? ഉത്തരം: 2. ചോദ്യം 47 യോഹന്നാൻ 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം: ആത്മീയ അന്ധത. ചോദ്യം 48 അധ്യായവും വാക്യവും ഏത്? എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു, ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ഉത്തരം: യോഹന്നാൻ 9:4. ചോദ്യം 49 അധ്യായവും വാക്യവും ഏത്? ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം,
എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ഉത്തരം യോഹന്നാൻ 9:31. ചോദ്യം 50. അധ്യായവും വാക്യവും ഏത്? യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഉത്തരം യോഹന്നാൻ 9:39. ഈ സെറ്റിലെ അവസാന ചോദ്യം വചനം എഴുതുക. യോഹന്നാൻ 9:41. ഉത്തരം യേശു അവരോട് പറഞ്ഞു, അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.